കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പി. സർക്കാരും ബി.ജെ.പി. ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ശീതസമരം ഇപ്പോൾ നമുക്കാർക്കും പുതുമയുള്ള ഒരു കാര്യം തന്നെയല്ല. ഈ സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ്റും അവിടുത്തെ ഗവർണർമാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഉള്ള അന്വേഷണ ഏജൻസികളായ CBI, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയവ നടത്തുന്ന അന്വേഷണങ്ങളും ഇതിൻ്റെ ഭാഗമായി നമുക്ക് ചേർത്ത് പറയാവുന്ന കാര്യങ്ങളാണ്. കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോര്, അതുപോലെ തന്നെ കേരളത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അന്വേഷണങ്ങൾ, ഡൽഹി ലഫ്റ്റനൻറ്റ് ഗവർണർ വിനയ് കുമാർ സക്സേനയും അവിടുത്തെ ആം ആദ്മി പാർട്ടി സർക്കാരും തമ്മിൽ നടക്കുന്ന പോര്, തമിഴ്നാട്ടിലെ ഗവർണർ RN രവിയും സ്റ്റാലിൻ ഗവൺമെൻറ്റും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, പശ്ചിമ ബംഗാളിലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണവും അവിടുത്തെ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര്, ഈ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗം മാത്രമാണ്. ഇരു വിഭാഗങ്ങൾക്കും അവരുടേതായ ന്യായം ഈ കാര്യത്തിൽ ഉണ്ട് താനും. അഴിമതിയെയും ക്രമക്കേടുകളെയും തുടച്ചു നീക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗം മാത്രമായി കേന്ദ്ര സർക്കാർ ഇതിനെ കാണുമ്പോൾ സർക്കാർ സംവിധാനങ്ങളെ BJP സർക്കാർ ദുരുപയോഗിക്കുകയാണ് എന്നതാണ് എതിർഭാഗത്തിൻ്റെ ആരോപണം. എന്നാൽ കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിൽ നടന്ന ഒരു സംഭവം പ്രത്യക്ഷത്തിൽ വളരെ ചെറുതായി തോന്നുമെങ്കിലും വളരെയേറെ ദൂരവ്യാപക ഫലം ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. പശ്ചിമ ബംഗാളിലെ സന്ദേശ് മേഖലയിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവായ ഷാജഹാൻ ഷൈക്കിൻ്റെ വീട് റെയ്ഡ് ചെയ്യാനെത്തിയ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സംഘാംഗങ്ങളെ 100ഓളം വരുന്ന പാർട്ടി പ്രവർത്തകർ അടിച്ചോടിച്ചു എന്ന വാർത്തയാണ് ഈ വീഡിയോയുടെ ആധാരം. ഈ ആക്രമണത്തിൽ 3 ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ വാഹനങ്ങൾ അടിച്ചു തകർത്ത ജനക്കൂട്ടം ഉദ്യോഗസ്ഥരുടെ ഫോണും അതുപോലെ തന്നെ പേഴ്സും അടക്കമുള്ള വസ്തുക്കൾ കവർന്നതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. റേഷൻ കുംഭകോണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം അറസ്റ്റിലായ മന്ത്രി ജ്യോതിപ്രിയ മല്ലിക്കിൻ്റെ അടുത്ത സഹപ്രവർത്തകനാണ് ഈ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷൈഖ്. ഈ കാര്യത്തോടനുബന്ധിച്ച് തന്നെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഷാജഹാൻ ഷൈഖിൻ്റെ വീട്ടിൽ റെയ്ഡിന് പോയതും. ഷാജഹാൻ ഷൈഖിൻ്റെ വീട് പൂട്ടിക്കിടക്കുന്നതിനാൽ ഷൈഖ് വരാനായി ED സംഘം ഏതാണ്ട് 1 മണിക്കൂറോളം കാത്തു നിന്നതായും അതിന് ഫലമുണ്ടാകാത്തതിനെ തുടർന്ന് അവർ പൂട്ട് പൊളിച്ച് ഉള്ളിൽ കടക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അവിടെ കാത്തു നിന്നിരുന്ന തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണം അവരുടെ നേരെ ഉണ്ടായത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അപ്രതീക്ഷിതമായി ഉണ്ടായ ആക്രമണത്തെ തുടർന്ന് ED ഉദ്യോഗസ്ഥർ സ്ഥലത്തു നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതുപോലെ തന്നെ ED സംഘത്തിന് സുരക്ഷയ്ക്കായി വന്ന CRPF ജവാന്മാരെയും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. കല്ലും വടികളുമായി നിരത്തിലിറങ്ങിയ ഇവർ ടയറുകൾ കത്തിച്ച് വഴി തടസ്സപ്പെടുത്തുവാനും ശ്രമിച്ചതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. തുടർന്ന് സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്താതെ പിൻവാങ്ങുകയാണ് ചെയ്തത്. ഞാൻ ബിനോജ് തെക്കേടത്ത് നിങ്ങളെല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ ഡെയിലി ന്യൂസിൻ്റെ ഒരു സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ആക്രമണ സംഭവം പാർട്ടി പ്രവർത്തകരുടെ ഒരു സ്വാഭാവിക പ്രതികരണം മാത്രമായി നമ്മൾ ഒരുപക്ഷെ കരുതിയേക്കാം. എന്നാൽ ഇതിൻ്റെ ദൂരവ്യാപക ഫലം നമ്മൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ ഇതിനോടനുബന്ധിച്ച് പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് നടത്തിയ പ്രസ്താവന വളരെയേറെ ശ്രദ്ധേയമാണ്. സംഭവം ഭയാനകവും അപലപനീയവുമാണ് എന്നാണ് ഗവർണർ പറഞ്ഞത്. അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ ബനാന റിപ്പബ്ലിക് അല്ല എന്നും സർക്കാർ കണ്ണു തുറന്ന് യാഥാർത്ഥ്യം കാണുകയും ഫലപ്രദമായി പ്രവർത്തിക്കുകയും വേണമെന്നും അതുണ്ടായില്ല എങ്കിൽ അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് ഗവർണർ പറഞ്ഞത്. എന്താണ് ഗവർണർ ഈ പറഞ്ഞ സന്ദേശത്തിൻ്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീഷണി? നമുക്കത് പരിശോധിക്കാം. അന്യ പാർട്ടിയിലെ സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ BJP സർക്കാർ കെട്ടിവരിയുവാൻ ശ്രമിക്കുകയാണ് എന്ന ആരോപണങ്ങൾ നിലനിൽക്കെ തന്നെ ഈ സംഭവം തൃണമൂൽ പ്രവർത്തകർ കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്ത ഒരു സമ്മാനമല്ലേ എന്നുവരെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു സംസ്ഥാനത്തെ ക്രമസമാധാനം തകരുകയും അത് തടയുവാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കാതെ വരികയും ചെയ്താലോ, അല്ലെങ്കിൽ അതുപോലുള്ള സുപ്രധാനമായ കാരണങ്ങൾ കൊണ്ടോ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 356 പ്രകാരം കേന്ദ്ര ഗവൺമെൻറ്റിന് ആ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുവാൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യാവുന്നതാണ്. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ് ആക്രമിക്കപ്പെട്ടത് എന്നുള്ളത് ഈ സംഭവത്തിൻ്റെ പ്രാധാന്യം വളരെയേറെ വർദ്ധിപ്പിക്കുന്നു. 2016 അരുണാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാരിനെ പിരിച്ചുവിട്ട്
അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് ഈ കാര്യവുമായി നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. കേരളത്തിൽ 2 ആഴ്ച മുമ്പ് നടന്ന SFIയുടെ ഗവർണറെ തടയൽ സമരവും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ആക്രമണ സംഭവങ്ങളും എല്ലാം അതിലേക്ക് വഴിവെക്കുമോ എന്നുവരെ രാഷ്ട്രീയ നിരീക്ഷകർ സംശയിച്ചിരുന്നു. ഏതായാലും മമതാ ബാനർജിയും കൂർമ്മബുദ്ധിയും അറിവിൻ്റെ കാര്യത്തിലും ഒട്ടും പുറകിലില്ലാത്തതുകൊണ്ട് ഉടനെ പ്രവർത്തകർക്കെതിരെ പേരിനെങ്കിലും നടപടി എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനിയും തുടർന്നാൽ അടിക്കാൻ വടി നോക്കി നിൽക്കുന്ന BJP സർക്കാരിന് വടി അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുന്ന അവസ്ഥയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും കാര്യങ്ങൾ നമുക്ക് നോക്കിയിരുന്ന് കാണാം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും ഒരു വളരെ മനോഹരമായ ദിനം ആശംസിക്കുന്നു.